അങ്ങനെ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കമ്പോല പൊക്കാൻ പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി. ഈ സമയത്ത് പൊക്കിയ വല്ല മീനും ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ചെന്ന് പൊക്കി നോക്കാം. സത്യത്തിൽ നല്ല പേടിയുണ്ട് കേട്ടോ. നല്ല പേടിച്ചാണ് ഞങ്ങൾ 3 പേര് അതിരിക്കുന്നത്. പിന്നെ ഗൗതു സേഫായിട്ട് അപ്പുറത്തോട്ട് എത്തിക്കാമെന്ന് പറഞ്ഞാൽ അവൻ തുഴയുന്നുണ്ട്. എല്ലാവരും കൂടി ഒരു വള്ളത്തെ കയറിയ വള്ളം പറയുന്നുള്ള പേടി കൊണ്ടാണ് രണ്ടാമന്മാർ വേറൊരു വള്ളത്തെ പുറകെ വരുന്നത്. ഈ കാണുന്നത് വേമ്പനാട്ട് കായല കേട്ടോ. ഇതെവിടെ കാണുന്നില്ലേ, അതാണ് പാതിരാമണൽ. ഇതാണ് നമ്മുടെ കമ്പോല. നമ്മളിതാണ് നോക്കാൻ പോകുന്നത്. മീനുണ്ടാവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കി നോക്കാം. വല്ല കരിമീനോ കൊഞ്ചോ സിലോപ്പിയോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കമ്പോല പൊക്കുന്നത്. എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അതുമല്ല ഉണ്ടോ? ഒന്നുമില്ല, ഒരു മീൻ പോലും. അങ്ങനെ പരാജിതനായി ഗൗതു തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി ഏൽപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു മീനെങ്കിലും കിട്ടുമെന്ന് കരുതി, എന്തെങ്കിലും പൊടിമീനെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി, അതും ഇല്ലായിരുന്നു. ലാസ്റ്റ് അതിനോട് യാത്ര പറഞ്ഞിട്ട് ഒരു റിസോർട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഗൗതു വീണ്ടും ഞങ്ങളെ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടേക്കോ. അതുപോലെ കാണിച്ചോട്, അതുപോലെ മുന്നോട്ട് വരാൻ നോക്കുമ്പോ വെള്ളം പുറകോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് കരിമീൻ വളർത്തുന്ന കേന്ദ്രമാണ് സർ. കക്കാവാരിയാണ്. ഇതാണ് ഗൗതു കാണിച്ചിരുന്ന പറഞ്ഞ റിസോർട്ട്. പ്യൂരിറ്റി എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ലൊക്കേഷൻ വരുന്നത് മോഹമ്മയിലാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് മഴ പെയ്തു. ആഹാ, നല്ല മഴക്കാറും കണ്ട്. വാട്ടർ പ്രൂഫ് ഷർട്ട്, വെള്ളം വീണാലും കുഴപ്പമില്ല, ഒഴിച്ചു പോക്കോളൂ. അടവന്മാര് പോകുന്നു, മഴയത്ത് കൊണ്ടുപോകുന്നു, സ്പീഡ് വിട്ടിരിക്കുന്നു, വള്ളത്തിൻ്റെ സ്പീഡ് വിട്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ തീരത്തോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാലും ടൈറ്റാനിക്കിൽ നിന്ന് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന പോലെ അവരെല്ലാം കൂടെ അവിടെ നിൽപ്പുണ്ട്. ഗൗതുവിൻ്റെ ഈ ടൈറ്റാനിക് മുങ്ങിയില്ല ഗൈസ്. അവൻ ഞങ്ങളെ സേഫായിട്ട് തീരത്തെത്തിച്ചു.